നമസ്കാരം സുഹൃത്തുക്കളെ. പൂക്കളെയും പ്രകൃതിയെയും താമരയെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരണം എന്നാഗ്രഹിക്കുകയായിരുന്നു. സമയക്കുറവ് കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് പോകാമല്ലേ? എന്നും കാണിക്കുന്നത് പോലെ ഇന്ന് കുറച്ച് താമരയും ആമ്പലും മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സും നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങളീ കാണുന്നത് അഖില പൂത്തു നിൽക്കുന്ന മുട്ടിട്ട അവസ്ഥയാണ്. കാണാം, വളരെ വലിയ ഇലകളുമായി മനോഹരിയായി മുട്ടിട്ട് നിൽക്കുന്ന അഖില. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഇലകളായി ഇവൾ മാറുമെന്ന്. അതിസുന്ദരി, മനോഹരി. ഇത് ലക്ഷ്മിയാണ്. ലക്ഷ്മി കോയിൽ ലീവ്സ് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതെന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഒരു യാത്രയിൽ കിട്ടിയ ഒരു അക്വാട്ടിക് പ്ലാന്റാണ് ഇത്. നമ്മുടെ അമേരിക്കൻ മേലി പുതിയതായി വന്നു. അവൾക്ക് കൂട്ടായി കുറച്ച് ഈ പായലുകളും ഇട്ട് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇതിൽ അഖില മുട്ടിട്ട് അതിമനോഹരിയായി അവൾ വിരിഞ്ഞു നിൽക്കുന്നു. 2 പൂക്കളുണ്ട് കേട്ടോ. നോക്കൂ അതിൻ്റെ മനോഹാരിത, എത്ര സുന്ദരം. അതിലൊരു ഉറുമ്പുമുണ്ട്, തേൻ തേടി പോകുന്നതാണെന്ന് തോന്നുന്നു. അതിമനോഹരിയായി അവൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. എത്ര മനോഹരം, എത്ര മനസ്സിനാനന്ദം ഈ കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ പുതിയ ബിങ്കിളി, ലേഡി ബിങ്കിളി, ഈ കാണുന്ന ലേഡി ബിങ്കിളിയാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ അഖിലയുടെ കുറച്ച് ട്യൂബേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് മൾട്ടിപ്പിൾ ഗ്രോ ടിപ്സൊക്കെ ഉള്ള കുറച്ച് ട്യൂബേഴ്സും കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ വിളിക്കുക, വാട്സാപ്പ് ചെയ്യുക, അയച്ചു തരാം. ഇത് ഇപ്പോൾ എടുത്തിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അതേ പുഷ്പങ്ങളുടെ, നമ്മൾ നേരത്തെ കണ്ട അതേ പുഷ്പങ്ങളുടെ ട്യൂബേഴ്സാണത്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നായി വളർത്തിയെടുക്കാം. വീട്ടുമുറ്റത്ത് അതിമനോഹരങ്ങളായ താമരപ്പൂക്കൾ വിടർന്നു വരും. പിന്നെ കുറച്ച് പുതിയ വെറൈറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഇതെല്ലാം പുതിയ വെറൈറ്റീസാണ്. ഇതെല്ലാം മൈക്രോ ബൗൾസായിട്ടുള്ള താമരകളാണ്. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ പേരുകൾ ഞാനങ്ങ് മറന്നുപോയി. പിന്നെ കുറച്ച് ആമ്പലുകൾ പുതുതായി അതിഥികളായി എത്തിയിട്ടുണ്ട്. ഇത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പാണ്. അതിമനോഹരങ്ങളായ മഞ്ഞ പൂക്കൾ നൽകുന്ന ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് പൂത്തിട്ടില്ല. പിന്നെ ഇത് വിവി പാരസാണ്. ഈ നിൽക്കുന്ന വിരിഞ്ഞ് മനോഹരിയായി നിൽക്കുന്നു. ഇത് മൈക്രാന്ത ബ്ലൂ ആണ്. ഇതൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇതെങ്ങനെ പൂക്കുന്നുവെന്ന്. അങ്ങനെ അവൾ പൂത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്ത് ഡയമണ്ടാണ്? പറയൂ, ആർക്കെങ്കിലും പേരറിയാമോ? ഇതാണ് മനോഹരിയായ പർപ്പിൾ ഡയമണ്ട്. ഇന്ന് പൂത്തതാണ് കേട്ടോ. ഇന്നാണ് പൂ കണ്ടത്. ഇത് ആമ്പലിലെ ഒരു പുതിയ വെറൈറ്റി. പിന്നെ ഈ കാഴ്ചകൾ, ഇത് ഞാൻ നട്ടു വളർത്തിയ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഒരു 2 വർഷമായി. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ കാച്ച് നിൽക്കുന്നതെല്ലാം സുന്ദരങ്ങളായ എന്താ പറയുന്നത്,
വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയിരുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെ ഒരു യെല്ലോ കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അവളങ്ങനെ പൂത്തില്ല. ഇനി രാത്രിയാണ് പൂത്തത്. നോക്കുമ്പോൾ നിറയെ തേനീച്ചകളും മറ്റും വന്ന് തേൻ കുടിക്കുന്നൊരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ തൈകളും ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ. നോക്കൂ എത്ര മനോഹരമായിരിക്കുന്നു. അവർ വെറൈറ്റീസ് പൂക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. പിങ്ക് നേരത്തെ തന്നെ പൂത്തായിരുന്നു. ഇപ്പോൾ യെല്ലോ ഇഷും പൂത്തിരിക്കുന്നു. പരാഗണമൊന്നും നടത്തേണ്ടി വന്നില്ല. രാവിലെ വിരിഞ്ഞ് നിന്നുകൊണ്ട് ധാരാളം തേനീച്ചകൾ വന്നു. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു.